Good morning, girls. So, back again after a wonderful week. Weekend ഒക്കെ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു അസൈൻമെൻറ്റ് ഞാൻ തന്നിരുന്നു, എല്ലാവരും ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു ന്യൂട്രിയൻ ടേബിളാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് വാട്ട് സോർട്ട് ഓഫ് ന്യൂട്രിയൻ്റ് ആണ് നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾക്കത് അതിനെക്കുറിച്ച് എത്രമാത്രം ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളതിൻ്റെ കാലറി കൺസംഷൻ മുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി അയച്ചത്. വെരി ഹാപ്പി. എല്ലാവർക്കും ബയോളജിയിൽ സുവോളജിയിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ആ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ന്യൂട്രിഷൻ ആൻഡ് ഹെൽത്ത്. അപ്പോൾ ഈ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് തന്നത്, സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു നോ അബൌട്ട് ദി ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് വി കൺസ്യൂം ഡെയിലി. ഓക്കെ, വി നോ ദാറ്റ് ന്യൂട്രിയൻസ് അല്ലേ, ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ. ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ ഈ ന്യൂട്രിഷ്യസ് ഫുഡ് കഴിക്കുന്ന ഫുഡ് ന്യൂട്രിഷ്യസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വി ഷുഡ് നോ വാട്ട് ആർ ദ ന്യൂട്രിയൻസ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ന്യൂട്രിയൻസ് നമ്മൾ ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിൽ there is a chance that we may face we may have risk of developing some sort of deficiency diseases. ഓക്കെ, അതിനുള്ള റിസ്ക് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസസ് എന്താണെന്നുള്ള കാര്യം ഫർദർ ഓൺ വി വിൽ ബി ലേണിംഗ്. നൗ ആദ്യം നമുക്ക് നോക്കാനുള്ള വാട്ട് ഈസ് എക്സാക്ട്ലി ന്യൂട്രിഷൻ. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാം. ന്യൂട്രിഷൻ എന്താണ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ന്യൂട്രിഷൻ എന്താണെന്ന്? Is it having food, ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണോ ന്യൂട്രിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓഫ് ഈറ്റിങ്ങിനെയാണോ ന്യൂട്രിഷൻ എന്ന് പറയുന്നത്? വാട്ട് ഡു യു തിങ്ക്? സോ ഈറ്റിംഗ് ദ ഫുഡ്, ഈറ്റിംഗ് ന്യൂട്രിഷ്യസ് ഫുഡ്, അത് മാത്രമാണോ? വെൽ, അതിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് വായിക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ingestion of food, its digestion and assimilation of nutrients and utilization of these for the maintenance of body. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ ഡൈജസ്റ്റഡ് ആയ ഫുഡ് പാർട്ടിക്കിൾസ് ശരീരത്തിലേക്ക് അസിമിലേറ്റ് ചെയ്യുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വലിച്ചെടുക്കുന്ന പ്രോസസ്സിനാണ് അസിമിലേറ്റ് ചെയ്യുക എന്ന് പറയാം. അസിമിലേഷൻ, ദെൻ അതിൻ്റെ യൂട്ടിലൈസേഷൻ, ഇതെല്ലാം കൂടിയതാണ് ന്യൂട്രിഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിഷൻ എന്ന ആ പ്രോസസ്സിനെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യാം? ഡെഫിനറ്റ്ലി ദ എൻവയൺമെൻറ്റ് വിൽ എഫക്റ്റ് ന്യൂട്രിഷൻ അല്ലേ. ഇപ്പം നമ്മൾ തണുപ്പ് സമയത്ത് നമുക്ക് വിശപ്പ് കൂടുന്നുണ്ട്, ചൂട് സമയത്ത് വിശപ്പ് കുറവായിരിക്കും. അതിനൊരു കാരണമുണ്ട്, തെർമോ റെഗുലേഷൻ, അഥവാ നമ്മുടെ ബോഡി തണുക്കൂലേ, തണുപ്പ് സമയത്ത് ബോഡി തണുക്കില്ലേ. അപ്പോൾ ആ തണുപ്പ്, പുറത്തുള്ള തണുപ്പിന് എഗൻസ്റ്റായിട്ട് നിന്ന് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി കുറച്ച് എക്സ്ട്രാ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതലായിട്ട് നമുക്ക് എനർജിയുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ സാധാരണയിൽ കൂടുതൽ ഒരു ഭക്ഷണം നമ്മൾ ആ സമയത്ത് കഴിച്ചാലും അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകുന്നു, ഫാറ്റായിട്ട് സ്റ്റോർഡ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ എൻവയൺമെൻറ്റ് എഫക്റ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യാം? നമ്മുടെ ജെൻഡർ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നുവെച്ചാൽ ആണുങ്ങളുടെ റിക്വയർമെൻ്റ് അല്ല പെണ്ണുങ്ങൾക്ക്. വൈ സോ? നോട്ട് ബിക്കോസ് എന്തെങ്കിലും ആണുങ്ങൾ പ്രത്യേക ഒരു സംഭവങ്ങളായതുകൊണ്ടൊന്നല്ല, അവരുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉള്ളത് കൊണ്ട് തന്നെ മെറ്റബോളിക് റേറ്റ് ഇച്ചിരി ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പോൾ കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്. നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അഭാവം കൊണ്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് ഇച്ചിരി കുറവായിരിക്കും. പിന്നെ ബേസ്ഡ് ഓൺ ഏജ് അല്ലേ, കൊച്ചു കഴിക്കുന്ന ആയിരിക്കില്ല ഒരു മിഡിൽ ഏജ് പേഴ്സൺ കഴിക്കുന്ന, അതായിരിക്കില്ല ഒരു യൂത്ത് കഴിക്കുന്ന, അതായിരിക്കില്ല ഒരു ഓൾഡ് പേഴ്സൺ കഴിക്കുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ ദ occupation we do.
ചില ഒക്യുപ്പേഷണൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഇപ്പം ചില ഫുഡ് പ്രിഫറൻസസ് ബേസ്ഡ് ഓൺ ദ occupation ഉണ്ടാവാം, ബേസ്ഡ് ഓൺ ദ റീജിയൻ വി ആർ പ്ലേസ്ഡ്, അവൈലബിലിറ്റി വെച്ചിട്ട്. ഓക്കെ, ഇന്ന ഫുഡുകളെ ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ വി വിൽ ഹാവ് ടു സ്വിച്ച് ടു ദാറ്റ് പർട്ടിക്കുലർ ഡയറ്റ്. പിന്നെ സോഷ്യോ റിലീജിയസ് വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ റിലിജ്യൻ നിഷ്കർഷിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോഷ്യൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ചില ഫുഡൊന്നും വി പ്രിഫർ, അത് കൊള്ളത്തില്ല, അത് നമുക്ക് ഹെൽത്തി അല്ല, അല്ലെങ്കിൽ അത് എന്താ അൺക്ലീൻ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് കാണാം. അത് വി അവോയ്ഡ്, വി ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് പാർട്ട് ഓഫ് അവർ ഡയറ്റ് അല്ലേ. അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ന്യൂട്രീഷനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഘടകങ്ങളാണ്. ഓക്കെ, ഫാമിലി സൈസ് ഓൾസോ അറ്റ് ടൈംസ് ഇറ്റ് ബി എഫക്റ്റ്. നമ്മുടെ കേസിൽ മേ ബി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള കുടുംബങ്ങളിലാണെങ്കിൽ ഫാമിലി സൈസ് കൂടുതലാണെങ്കിൽ, അത് കുടുംബാംഗങ്ങൾ കൂടുതലാണെങ്കിൽ ന്യൂട്രിഷൻ കുറവായിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും ആയിട്ടുള്ള ഫുഡ് ഡിവൈഡ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഇറ്റ് മേ ഓൾസോ എഫക്റ്റ് ന്യൂട്രിഷൻ. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടൊരു ഇൻടേക്ക് ചെന്നാൽ മാത്രമേ, എല്ലാ ന്യൂട്രിയൻസും ബാലൻസ്ഡ് അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗ്രോത്തും ഹെൽത്തും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഇനി ഫുഡിൻ്റെ മെയിൻ 3 ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദ മെയിൻ 3 ഫങ്ഷൻസ് ഓഫ് ഫുഡ്. വാട്ട് ആർ ദ മെയിൻ 3 ഫങ്ഷൻസ് ദാറ്റ് ഫുഡ് സെർവ്? ഫസ്റ്റ് ഓഫ് ഓൾ, ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡിങ്ങിന് അഥവാ ഗ്രോത്തിന് സഹായിക്കുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഈ ഫുഡിലുള്ള ചില ന്യൂട്രിയൻസ് ആണ്. ഫോർ സേ, പ്രോട്ടീൻസിനെയാണ് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസ് കഴിക്കുന്ന വഴി കാർബോഹൈഡ്രേറ്റ്സും സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻസ് കഴിക്കുന്നത് വഴി ദ ബോഡി ഈസ് ഗ്രോയിങ് ഓർ ബിൽഡിംഗ് അപ്പ്. നെക്സ്റ്റ്, ബോഡി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പോൾ എനർജി അഥവാ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ഒരു പണി ഫുഡിനുണ്ട്. അത് ആരൊക്കെ തരുന്നു? എല്ലാവരും തരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ എനർജിയും ഹീറ്റും, എനർജി ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ഹീറ്റ് മെയിൻ്റനൻസിനും അത് സഹായിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ഫങ്ഷൻ ഇസ്, ബോഡി ഫങ്ഷൻസിന് അത്യാവശ്യമായിട്ട് വേണ്ട, ബോഡി ഫങ്ഷൻ ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ട മിനറൽസ് സപ്ലൈ ചെയ്യാനും ബോഡി മെയിൻ്റനൻസിനും സഹായിക്കുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ഫുഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി എന്താ? ന്യൂട്രിഷൻ, ന്യൂട്രിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ബോഡി മെയിൻ്റനൻസിന് സഹായിക്കുക എന്ന ഫങ്ഷനാണ് അതിന് ഉള്ളത്. 3 ഫങ്ഷൻസ് ആണുള്ളത്. ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, ബയോഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബോഡി ഫങ്ഷൻ മെയിൻ്റനൻസിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ബോഡി മെയിൻ്റനൻസ് അല്ലെങ്കിൽ ടു എൻഷുർ ദ ബോഡി ഫങ്ഷൻസ് പ്രോപ്പർലി. ഇങ്ങനെ 3 ഫങ്ഷൻസിന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് സഹായകമാവുന്നുണ്ട്. നൗ, വാട്ട് ഈസ് നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രിഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ന്യൂട്രിഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ലെവൽ ഓഫ് നറിഷ്മെൻ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നറിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം ന്യൂട്രിയൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ നോക്കുന്നത്. അപ്പം ന്യൂട്രിഷൻ പറയുന്ന പോലെ തന്നെയുള്ളൊരു ടേമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പറയാവുന്നതാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ആക്ച്വലി ന്യൂട്രിയൻസ്? ഒരു ഡെഫിനിഷനായിട്ട്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ന്യൂട്രിഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു സേ? ബോഡിക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഫുഡിനെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മേജർ ന്യൂട്രിയൻസിനെ ഫുഡ് സ്റ്റഫ്സ് ആയിട്ട് ആണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെയാണ്
അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഘടകങ്ങളെയാണ് ന്യൂട്രിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ മേജർ ന്യൂട്രിയൻസിനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് കൂടാണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് മിനറൽസ്, വൈറ്റമിൻസ്, വാട്ടർ ആൻഡ് റഫേജ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് ഫ്രം ദ അസൈൻമെൻറ്റ് I was able to understand, but we will be discussing all those things very briefly. അത് കൂടാണ്ട് ഞാൻ പറഞ്ഞത് വാട്ടറാണ് അല്ലേ. വാട്ടർ ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ ഭൂരിഭാഗം അല്ലേ, ഒരു 75% വാട്ടറാണ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ വാട്ടറിലാണ് ഈ പറഞ്ഞ എല്ലാവിധ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ട എല്ലാവിധ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതും വാട്ടറിലാണ്. സോ വാട്ടർ ഇല്ലാണ്ട് കാര്യങ്ങൾ, ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ഇസ് വെരി മച്ച് എസെൻഷ്യൽ. സോ വാട്ടർ എത്തിയേ പറ്റത്തുള്ളൂ ശരീരത്തിൽ. ദെൻ വാട്ട് ഐ മെൻഷൻഡ് വാസ് റഫേജ്. റഫേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ നാര് ഭാഗമില്ലേ, ഫൈബർ കണ്ടൻറ്റ്, അതിനെയാണ് റഫേജ് എന്ന് പറയുന്നത്. ഹൈ സെല്ലുലോസ് ഉള്ള കണ്ടൻറ്റ്. അത് ഡൈജസ്റ്റഡ് ആവത്തില്ല, എക്സ്ക്രീറ്റഡ് ആയി പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ ന്യൂട്രിഷനൊന്നും നമുക്കതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാനായിട്ട് വലിച്ചെടുക്കാനായിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ റഫേജ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് നല്ല വിധത്തിൽ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, നല്ല രീതി നമ്മുടെ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ എത്തുമ്പോഴത്തേക്കും ഈ കഴിക്കുന്ന ഫുഡ് സ്റ്റഫ്സ് ഈ നമ്മളെ ഈ ആട്ടുകട്ടിലിട്ട് ആട്ടത്തില്ലേ അല്ലെങ്കിൽ അരയ്ക്കത്തില്ലേ, അന്നേരം ഇട്ട് അരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ നാര് പോലത്തെ റഫേജ് ഉള്ളപ്പോൾ നല്ല വിധത്തിൽ നല്ല അരിഞ്ഞു കിട്ടും. നമ്മുടെ അപ്പത്തിനൊക്കെ അരക്കില്ലേ, ആ രീതിയിൽ നല്ല വിധത്തിൽ നമുക്ക് അരിഞ്ഞു കിട്ടും. നാര് കുറവാണെങ്കിൽ അരഞ്ഞു കിട്ടുന്നത് കുറച്ച് തരികളൊക്കെ കാണും. അപ്പം നല്ല വിധത്തിൽ നല്ലോണം അരഞ്ഞാൽ മാത്രമേ നല്ലോണം അതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് വലിച്ചെടുക്കാനും ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. നല്ല വിധത്തിൽ ഡൈജസ്റ്റഡ് ആവാനും നല്ല വിധത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിലും റഫേജ് എന്ന് പറഞ്ഞ സാധനം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഫുഡ് സ്റ്റഫ്സിനെയും കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ആദ്യം പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു. ബിൽഡിംഗ് ബ്ലോക്സ്, ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നത് പ്രോട്ടീൻസ് കഴിക്കുന്നത് കൊണ്ടാണ്. പുതിയ പുതിയ ടിഷ്യൂസൊക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജിൽ ചിൽഡ്രനിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒരു സംഭവം പ്രോട്ടീൻസ് ആണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം, ദിസ് ഈസ് ദ ഓൺലി ഫുഡ് സ്റ്റഫ് ദാറ്റ് കണ്ടെയ്ൻസ് നൈട്രജൻ. നൈട്രജൻ എന്ന ആ ഒരു എലിമെൻറ്റ് കാണുന്ന ഓൺലി ഫുഡ് സ്റ്റഫ് പ്രോട്ടീൻ ആണ്. ഓക്കെ, ഈ പ്രോട്ടീൻസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അമിനോ ആസിഡ്സിൽ നൈട്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ അമിനോ ആസിഡ്സ് ചേർന്നതാണ് ഓരോരോ പ്രോട്ടീനും. നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പ്രോട്ടീൻ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിനെ പൊട്ടിച്ച് അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ആ അമിനോ ആസിഡ്സ് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫൈനലി അവശേഷിക്കുന്നത് എന്താ? നൈട്രജനാണ് അവശേഷിക്കുന്നത്. ഈ നൈട്രജൻ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊള്ളില്ലാത്ത കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മെയിൻ ഓർഗൻ ഏതാ? കിഡ്നിയുടെ സഹായത്തോടെ നൈട്രജനെ നമ്മുടെ ബോഡിയിലാണെങ്കിൽ യൂറിയ എന്ന ഫോമിൽ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ഇങ്ങനെ നൈട്രജനെ ദിവസവും നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് പ്രോട്ടീൻ നമ്മൾ പിന്നെയും കഴിക്കേണ്ടത് ആവശ്യമാണ്. നൈട്രജൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് സ്ഥലമില്ല. സോ ഡെയിലി നമ്മളിത് കളയുന്നത് കൊണ്ട് വീണ്ടും നൈട്രജൻ അടങ്ങുന്ന പ്രോട്ടീൻ കഴിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഓക്കെ,
ഇനി നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സിനെയാണ്. നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 10 അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ഏതാണതെന്ന് നമുക്ക് പഠിക്കാനില്ല. നാളെയോ വല്ലതും ഞാൻ ഐ വിൽ ഗിവ് യു ദ നോട്ട്സ് ഓൺ ദാറ്റ്. അഡീഷണൽ ആണ്, ബട്ട് ഇഫ് യു വാണ്ട് ടു നോ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണെന്ന്, ഇന്ന് ഞാൻ എന്തായാലും ഐ വോണ്ട് ബി ഡിസ്കസിങ് ദാറ്റ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ നമുക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ എത്തത്തുള്ളൂ. അപ്പോൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ, ആസ് ദ നെയിം ഡിനോട്ട്സ്, ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ ദ ബോഡി ടു ഫങ്ഷൻ പ്രോപ്പർലി. സോ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തത്തില്ല, നമ്മുടെ ബോഡി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യത്തില്ല. നൗ ഓൺ ടു ദ ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ അല്ലേ, പാല്, ഇറച്ചി, മുട്ട, പൾസസ്, ഈവൻ വെജിറ്റബിൾ ഫുഡ്സ്, ഓയിൽസിലൊക്കെ ഈ പറഞ്ഞ പ്രോട്ടീൻസ് കാണുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ 2 or 3 എക്സാമ്പിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ഇസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് മെയിൻ സോഴ്സ് ഓഫ് ഫ്യൂവലാണ്, എനർജിയാണ്. കാർബോഹൈഡ്രേറ്റ്സിനെ 2ആയിട്ട് മെയിൻലി തരംതിരിക്കുന്നു, സ്റ്റാർച്ചായിട്ടും ഷുഗറായിട്ടും. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് ലിവറും മറ്റത് മസിൽസുമാണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് എനർജി ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. വളരെ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എന്ന രൂപത്തിലാണ് നമ്മുടെ ബ്ലഡിൽ കാണുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. അത് ഗ്ലൈക്കോജൻ എന്ന ഫോമിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അതിലും കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങിയാൽ അതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യുന്നു. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സീരിയൽസ്, ഗ്രെയിൻസ് ആണ്. പിന്നെ പൊട്ടറ്റോയിൽ, വെജിറ്റബിൾ, ബീട്രൂട്ട് മുതലായ സാധനങ്ങൾ, ഫ്രൂട്ട്സിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നുണ്ട്. ഫ്രൂട്ട്സിലൊക്കെ കാണുന്നത് അതിൻ്റെ ഷുഗർ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കാണുന്നത്. പൊട്ടാറ്റോയിലൊക്കെ കാണുന്നത് ദ സ്റ്റാർച്ച് ടൈപ്പ് ഓഫ്, ഗ്രെയിൻസിലൊക്കെ കാണുന്ന സ്റ്റാർച്ച് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കാണുക. ദ നെക്സ്റ്റ് വൺ ഇസ് ഫാറ്റ്സ് ഓർ ലിപ്പിഡ്സ്. അഗൈൻ ഫ്യൂവലിൻ്റെ സോഴ്സ് ആണ്. നമ്മുടെ സൈറ്റോപ്ലാസം സെല്ലിൻ്റെ ആ മെയിൻ കണ്ടൻറ്റ് ഫോം ചെയ്തേക്കുന്ന അതിൻ്റെ മെംബ്രെയിൻ ഫോം ചെയ്യാൻ ഒരു മെയിൻ ഘടകമാണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ സ്കിന്നിൻ്റെ ഈ പുറമേ കാണുന്ന സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള ഒരു സബ്ക്യൂട്ടേനിയസ് ലെയർ, അത് ഫാറ്റ് സ്റ്റോക്ക് ചെയ്യുന്നൊരു ലെയറാണ്. അപ്പോൾ വണ്ണം വെക്കുമ്പോൾ ആ ഭാഗത്താണ്, സബ്ക്യൂട്ടേനിയസ് ലെയറിലാണ് ഫാറ്റ് അടിഞ്ഞ് കൂടുന്നത്. ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് സ്റ്റഫ്സ്, നമ്മുടെ ബട്ടർ, മീറ്റ്, ഓയില് ഒക്കെ, പ്ലാന്റിൽ നിന്ന് ഓയിലൊക്കെ ഈ പറഞ്ഞ ഫാറ്റ് കാണുന്ന ഫുഡ് സ്റ്റഫ്സ് ആണ്. ദാറ്റ് ഓൾസോ 1-2 എണ്ണത്തിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ചേർന്നുണ്ടാകുന്നതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അഥവാ ഫാറ്റിനെ നമ്മൾ പൊട്ടിച്ചാൽ, ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമുക്ക് ഗ്ലിസറോളിനെയും ഫാറ്റി ആസിഡിനെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ന്യൂട്രിയൻ്റ് ഈസ് മിനറൽ. മിനറൽസ് എന്താണ്? മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില എലമെൻറ്റ്സ് ആണല്ലേ, കാൽഷ്യം, അയൺ, സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞ് കുറേ മിനറൽസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 15 മിനറൽസ് ആണ് നമുക്ക് ഡയറ്റിലൂടെ ആവശ്യമായിട്ട് വരുന്നത്. ചില മിനറൽസ് വളരെ ട്രേസ് ലെവലിലാണ് നമുക്ക് ആവശ്യം, ട്രേസ് എലമെൻറ്റ്സ് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വേറെ ചിലത് കുറച്ച് അധികമായിട്ട് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇതും മിനറൽസും ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന്
എക്സ്ക്രീറ്റഡ് ആയി പോവുകയാണ്. സോ ഇറ്റ് നീഡ്സ് ടു ബി റീപ്ലേസ്ഡ് ത്രൂ ആ diet. 15 minerals which are necessary in our diet, I'll just mention which are they: calcium, chlorine, cobalt, copper, fluorine, iodine, iron, magnesium, manganese, nickel, phosphorus, potassium, sodium, sulfur and zinc. അത് കാണുന്ന ഫുഡ് സ്റ്റഫ്സ് 2-3 എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രൂട്ട്സിൽ കാണുന്നുണ്ട്, മിൽക്ക്, ചീസ്, പിന്നെ ലീൻ ബീഫ് മുതലായവ എഗ്ഗിൽ ഒക്കെ കാണുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് പരിചിതമായിട്ട് വെക്കുക. നെക്സ്റ്റ് വൺ ഇസ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് അഗൈൻ ദേ ആർ കെമിക്കൽ കോമ്പൗണ്ട്സ്. അതും വളരെ കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ളൂ. അത് സ്വന്തമായിട്ട് ലൈഫ് സസ്റ്റനൻസിന് ആവശ്യം വേണ്ട ഒരു സാധനമൊന്നുമല്ല. എന്ന് വെച്ചാൽ വൈറ്റമിൻസ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല. പക്ഷേ വൈറ്റമിൻസ് ഇല്ലെങ്കിൽ പല പ്രോസസ്സസും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആസ് സച്ച് നോട്ട് ഇൻവോൾവ് ഇൻ ബോഡി ബിൽഡിങ്, അല്ലെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുന്നതിൽ ഡയറക്റ്റ് തന്നെ റോൾ ഇല്ലെങ്കിൽ പോലും ഇതിന് ഈ പറഞ്ഞ ബോഡിയിൽ നടക്കുന്ന ഓരോരോ റിയാക്ഷനിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രോപ്പർ റേറ്റിൽ ഓരോരോ പ്രോസസ്സസും നടക്കത്തില്ല. പല റിയാക്ഷൻസിൻ്റെയും കോ ഫാക്ടേഴ്സായിട്ട്, സഹായികളായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസ് ആണെന്ന് ഒരു ചെറിയ ഐഡിയ നമുക്ക് വേണം. 13 എസെൻഷ്യൽ വൈറ്റമിൻസ് ആണുള്ളത്. അതിനെ ഫാറ്റ് സോളിബിൾ എന്നും വാട്ടർ സോളിബിളുമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിനെ അഡെക് എന്ന് വിളിക്കുന്നു, അബ്രിവേഷൻ. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ, അതാണ് ഫാറ്റ് സോളിബിൾ. വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ബി കോംപ്ലെക്സ്. ബി കോംപ്ലെക്സും സിയുമാണ് വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് കാറ്റഗറിയിൽ വരുന്നത്. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് വി ടോൾഡ് ഫാറ്റിലാണ് സോളിബിൾ ആയിട്ടുള്ളത്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഏതാ? നമ്മുടെ ശരീരത്തിൽ ലിവറാണ്. അപ്പോൾ ലിവറിലായിരിക്കും ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്. നമ്മൾ ഇടയ്ക്കൊക്കെ കഴിച്ചാലും ഇറ്റ് ഈസ് ഓക്കെ. 6 months വരെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിന് അഥവാ അഡക്കിനെ സ്റ്റോക്ക് ചെയ്ത് ലിവറിൽ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ വാട്ടർ സോളിബിൾ വൈറ്റമിൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സോളിബിളാണ്. സോ നമ്മൾ കഴിക്കുന്ന ഇറ്റ് ഗെറ്റ്സ് എക്സ്ക്രീറ്റഡ് ഡെയിലി. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ബിയും സിയും ഒക്കെ കാണുക. സി വളരെ കോമൺ ആണ് നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ, സിട്രസ് ഫ്രൂട്ട്സിൽ, നാരങ്ങയിലൊക്കെ കാണുന്നതാണ്. വൈറ്റമിൻ സി അടങ്ങിയ എന്തെങ്കിലും സാധനം നമ്മൾ ഇന്ന് കഴിച്ചെന്ന് വെച്ചാൽ അത് നാളത്തേക്കുള്ള റിക്വയർമെൻറ്റ് അത് മീറ്റ് ചെയ്യത്തില്ല. ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ്. ഇന്നത്തേക്കുള്ള റിക്വയർമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യും, ബാക്കിയത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അത് സ്റ്റോക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്, എക്സ്പെഷ്യലി വാട്ടർ സോളിബിൾ വൈറ്റമിൻസ്. മറ്റേ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൻ്റെ ഫ്രീക്വൻസി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം കഴിക്കുമ്പോൾ അത് സ്റ്റോക്ക്ഡ് ആവുന്നുണ്ട്. ഇനി കുറേ അധികം നമ്മൾ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് കഴിച്ചാൽ എന്ത് പറ്റുന്നു? ലിവറിലാണ് സ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അത് വീണ്ടും ഒരു ടോക്സിസിറ്റിക്ക് കാരണമാവുന്നു. ഓക്കെ, ലിവർ ആൻഡ് കിഡ്നി ഡാമേജിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് നമ്മൾ കഴിച്ചാൽ. ഓക്കെ, ഇതുപോലെ തന്നെയാണ് വാട്ടർ സോളിബിൾ വൈറ്റമിൻസിൻ്റെ കാര്യം. വളരെ എക്സസീവായിട്ട് നമ്മൾ കഴിച്ചാൽ ദിവസവും എക്സ്ക്രീറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എത്രയധികം നമ്മൾ കഴിച്ചാലാണ് അതൊരു പ്രശ്നമാവണമെന്ന് നമ്മൾ വിചാരിക്കുക. കണ്ടമാനം നമ്മൾ കഴിച്ചാൽ ദാറ്റ് ഓൾസോ ക്യാൻ കോസ് പ്രോബ്ലം വിത്ത് ദ കിഡ്നി ആൻഡ്, കാരണം എക്സ്ക്രീറ്റഡ് ആയി പോകുന്ന സ്ഥലമാണ് അല്ലേ, കിഡ്നി ആൻഡ് നെർവ് ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇത് എക്സസ് ആയാലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. ആസ് വി നോ, അധികമായാലും അമൃതും വിഷം എന്നാണ് പറയുന്നത്. വൈറ്റമിൻസ് ആണ് നല്ലതാണെന്ന് പറഞ്ഞ് കണ്ടമാനം അടിച്ചു കയറ്റിയാൽ that will definitely cause a issue with our health. ഇത് കഴിച്ചില്ലെങ്കിലോ, ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിലോ, നേരത്തെ പറഞ്ഞ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് കാര്യങ്ങൾ പോകുന്നു.
അപ്പം മെയിൻ ഫുഡ് സ്റ്റെപ്സ് നമ്മൾ നോക്കി, എന്താണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു, ന്യൂട്രിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നാളെ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് നോക്കാം. താങ്ക് യു.